PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം 2 ക്ലാസ്സുകൾ വെച്ച് നൽകുന്നുണ്ട്. കാലത്ത് 10 മണിക്ക് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ മുൻവർഷ ചോദ്യങ്ങളും തരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ കാലത്ത് 6 മണിക്ക് എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്, രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ട് നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് കമൻറ്റായിട്ട് അറിയിക്കാനും ആരും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു ഉദ്യോഗാർത്ഥികൾക്കും കൂടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട്സൊക്കെ തയ്യാറാക്കി പഠിക്കുന്നുണ്ടല്ലോ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എത്രയാ? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഓപ്ഷൻ എ ആണ് 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആര്? 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി, ആനി ബസന്റ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആര്? അരയ സമാജ സ്ഥാപകൻ പണ്ഡിറ്റ് KP കറുപ്പനാണ്. തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേർന്ന് തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് എന്ന്? തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേർന്ന് തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ്? ഓപ്ഷൻ സി, 1949 ജൂലൈ 1 കേട്ടോ. 1949 ജൂലൈ 1. താഴെ പറയുന്നവരിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയാണ് KB മേനോൻ. താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? ഹരിതഗൃഹവാതകം അല്ലാത്തത് ഓപ്ഷൻ എ ആണ് ഹീലിയം. ബാക്കി കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, മീഥെയ്ൻ ഇതെല്ലാം ഹരിതഗൃഹവാതകങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഓപ്ഷൻ എ, ഉത്തര മഹാസമതലം. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം ഏത്? APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം ഓപ്ഷൻ എ ആണ് രാമേശ്വരം. മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏത്? നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യമാണ് ഓപ്ഷൻ ബി, മലേഷ്യ. ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥമെഴുതിയ ചരിത്രകാരൻ? ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥമെഴുതിയ ചരിത്രകാരനാണ് ആര്? വാലന്റൈൻ ഷിറോൾ. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് സുസ്ഥിര വികസനം. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത്? ഉപരിസഭ എന്ന പേരിൽ അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയും ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയുമാണ്. ഒരു സംസ്ഥാനത്തിന്റെ
കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് ആര്? ഗവർണർ. ഗവർണർ. ഒരു രാജ്യത്തിൻ്റെ ആണെങ്കിൽ അത് രാഷ്ട്രപതി ആയിരിക്കും. ഓക്കെ. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസമാണ് ജൂലൈ മാസം. ജൂലൈ. പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പന്മന ആശ്രമം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാ? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരള ഗാന്ധി. ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു? എത്ര സംസ്ഥാനങ്ങളിലൂടെയാ കടന്നു പോകുന്നത്? ഓപ്ഷൻ സി ആണ് 8 സംസ്ഥാനങ്ങളിലൂടെ. ഏതൊക്കെയാണ് 8 സംസ്ഥാനങ്ങൾ? മധ്യപ്രദേശ്, ത്രിപുര, മിസോറാം, ഗുജറാത്ത്, രാജസ്ഥാൻ, അതുപോലെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ. ഇങ്ങനെയാണ് 8 സംസ്ഥാനങ്ങൾ വരുന്നത്. ഉത്തരായന രേഖയിലൂടെ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. അതിനൊരു കോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. MTയും MGRും JCB വാങ്ങി എന്നുള്ളത് അല്ലേ. അപ്പോൾ M മധ്യപ്രദേശ്, T ത്രിപുര, അടുത്ത M മിസോറാം, G ഗുജറാത്ത്, R രാജസ്ഥാൻ, J ജാർഖണ്ഡ്, C ഛത്തീസ്ഗഡ്, B വെസ്റ്റ് ബംഗാൾ. ഓക്കെ. അപ്പോൾ ഇതാണ് ആ 8 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ദേശീയ കായിക ദിനം എന്ന്. ദേശീയ കായിക ദിനം ഓപ്ഷൻ സി ഓഗസ്റ്റ് 29. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 1993 ഒക്ടോബർ 12-നാണ് കേട്ടോ. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ ആണ്. ഗവർണർ. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി വൃക്കയാണ്. വൃക്ക. താഴെ പറയുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത്. വൈറസ് രോഗം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ രോഗമാണ്. ബാക്കി നിപ്പ, സാഴ്സ്, എയ്ഡ്സ് ഇതെല്ലാം വൈറസ് രോഗമാണ്. നെല്ലിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? നെല്ലിന്റെ ശാസ്ത്രീയ നാമമാണ് ഓപ്ഷൻ സി ഒറൈസ സറ്റൈവ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചതാരാ? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഓപ്ഷൻ ഡി ഐസക് ന്യൂട്ടൺ ആണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഓപ്ഷൻ ബി ആണ് വയനാട്. പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പാരദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഒഡീഷ. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച്. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് ഏതാണ്? മുഴുപ്പിലങ്ങാടാണ് കേട്ടോ. മുഴുപ്പിലങ്ങാട്. ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം. ചാർജ് ഇല്ലാത്ത കണമാണ് ഏത്? ന്യൂട്രോൺ അല്ലെ. ന്യൂട്രോൺ. ഇനി നീതി ആയോഗിന്റെ ആദ്യ ചെയർമാൻ. നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ് അല്ലെ. നരേന്ദ്രമോദി. നിലവിലെ ചെയർമാനും ആര് തന്നെയാ? നരേന്ദ്രമോദി തന്നെയാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം. 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ചത് എന്തിനാണ്? ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം. ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എന്ന് പറയുന്നത് 2403 അടിയാണ്. 2403 അടി. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം. ദേശീയ തലത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഉത്തരം ഓപ്ഷൻ ഡി ലോക്പാൽ. ഇനി സംസ്ഥാന തലത്തിലാണെങ്കിൽ ലോകായുക്ത. ഇന്ത്യയിൽ GST ബില്ല് പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം. GST ബില്ല് പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് ആസാം. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ
പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏതാണ്? ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതിയാണ് ഏത്? ജാതിക്കുമ്മി. ജാതിക്കുമ്മി. പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകൾ. പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയർ. സാർക്കോമിയർ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. തൈമോസിൻ. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ ലിനേയസ്. കാൾ ലിനേയസ്. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങൾ ഏതാണ്? മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഏത്? ഷ്വാൻ സെല്ലുകൾ. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഓപ്ഷൻ സി ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. കേട്ടോ, ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ത്? മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതയാണ് യഥാർത്ഥവും തലതിരിഞ്ഞതുമായിരിക്കും. മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് യഥാർത്ഥവും തലതിരിഞ്ഞതുമായിരിക്കും. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഓപ്ഷൻ ഡി ഫെർമി. ഫെർമി. ഹൈഡ്രോളിക് പ്രസ്സിന്റെ പ്രവർത്തന തത്വം എന്ത്? ഹൈഡ്രോളിക് പ്രസ്സിന്റെ പ്രവർത്തന തത്വമാണ് ഓപ്ഷൻ സി പാസ്കൽ നിയമം. പാസ്കൽ നിയമം. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനമാണ് ഓപ്ഷൻ ബി ഫ്യൂഷൻ പ്രവർത്തനം. ഫ്യൂഷൻ. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? സെൻസസ് ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാ? ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ച ഭേദഗതിയാണ് 7ാം ഭേദഗതി 1956. ഓക്കെ, അപ്പം 5, 6, 7 ആ ഒരു രീതിയിൽ ഓർത്തിരുന്നാൽ മതി. 1956 7ാം ഭേദഗതി. ഈ 7നെ ഇങ്ങനെ തിരിച്ചിട്ടാൽ എല്ല് നമുക്ക് കിട്ടും. സോ എല്ലിൻ്റെ അടിസ്ഥാനത്തിൽ, എല്ല് എന്താ? ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് 7ാം ഭേദഗതി എന്നത് ഓർത്തിരിക്കാം. നെക്സ്റ്റ്, സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റെതാണ്? സൈക്കോ എന്ന് പറയുന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റെയാ? ഓപ്ഷൻ ബി ഇ മുഹമ്മദ്. ഇ മുഹമ്മദ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാർ. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി വരയാട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം എന്താ? സഹോദരൻ അയ്യപ്പനാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത്. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാ? രാജ്യ സമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത്? ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഓപ്ഷൻ എ 1920 ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന ഈ പറയുന്ന എന്താ കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ സി ആണ് മഹാനദിയിലാണ്. ഹിരാക്കുഡ് നദീതട പദ്ധതി മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലക്ഷദ്വീപിന്റെ ആസ്ഥാനം ഓപ്ഷൻ ഡി ആണ് കവരത്തി. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടി ആരംഭിക്കുന്നത്? ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെ കുറിച്ചുള്ളതാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് പറയുന്ന പുസ്തകം
ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകനെ കുറിച്ചാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വാലന്റൈൻ ഷിറോളിന്റെ കാര്യം. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നുമാണ്? വന്ദേ മാതരം എടുത്ത കൃതിയാണ് ആനന്ദമഠം. ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയിൽ നിന്നുമാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്നത് വീരേശലിംഗത്തിന്റെ വാക്കുകളാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി അംഷി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാ? മുംബൈ ആണ്, മുംബൈ. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കൂറിനുള്ളിലാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്? ഓപ്ഷൻ ബി 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം. പാർലമെന്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത് 1972. ലോക വനിതാ ദിനം എന്നാണ്. ഓപ്ഷൻ ഡി മാർച്ച് 8 മാർച്ച് 8. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാ? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭക്രാനങ്കൽ. ഏറ്റവും വലുതാണ് ചോദിച്ചിരിക്കുന്നത് ഭക്രാനങ്കൽ. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഡോക്ടർ പൽപ്പു ആണ്. മലയാളി മെമ്മോറിയൽ ആണെങ്കിൽ GP പിള്ള. കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പത്തനംതിട്ട. കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. ലോക്സഭയിലെ സീറോ അവർ അല്ലെങ്കിൽ ശൂന്യവേളയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ്? ശൂന്യവേളയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അരമണിക്കൂർ. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ISRO സ്ഥാപിതമായ വർഷം? സ്ഥാപിതമാവുന്നത് 1969. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഓപ്ഷൻ സി വിക്രം സാരാഭായ്. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് ആണ്, ആന്ധ്രാപ്രദേശ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സഹായിയായി സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളിയാണ് VP മേനോൻ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ആരാണ്? ഓപ്ഷൻ ബി ഡച്ചുകാരാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണ്? സിവിലിയൻ പുരസ്കാരം എന്ന് പറയുന്നത് ഭാരതരത്നമാണ്, ഭാരതരത്നം. കോറമാൻഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോറമാൻഡൽ തീരം കിഴക്കൻ തീരമേഖല ആയി ബന്ധപ്പെട്ടിരിക്കുന്നു. വിവരാവകാശ നിയമം വരാൻ പ്രവർത്തിച്ച സംഘടന ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കിസാൻ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. രണ്ടും ഒന്നാണ്.
സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നതെന്ന്? സേവനാവകാശ നിയമം വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, 2012 നവംബർ 1. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നേഗി. ദേശീയ മനുഷ്യാവകാശ ദിനം എന്ന? ഓപ്ഷൻ എ ഡിസംബർ 10. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ആര്? ഉത്തരം എന്താ? ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ. GST നിലവിൽ വന്നത് എപ്പോഴാണ്? GST വന്നത് ഓപ്ഷൻ ഡി 2017 ജൂലൈ 1. സാൾസ് രോഗം ശരീരത്തിലെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? സാൾസ് രോഗം ബാധിക്കുന്നത് ഓപ്ഷൻ ബി ശ്വാസകോശം. എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 42. മണ്ണില്ല കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷി രീതി ഏതാണ്? മണ്ണില്ല കൃഷി എന്നറിയപ്പെടുന്നത് ഹൈഡ്രോപോണിക്സ് ആണ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീര അവയവം ഏതാണ്? പുനരുജ്ജീവന ശക്തിയുള്ളത് കരളാണ് കേട്ടോ, കരൾ. ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ്? പാർലമെന്ററി ജനാധിപത്യം ബ്രിട്ടനിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. ഭരണഘടനയിലെ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A. ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 4A യും ആർട്ടിക്കിൾ 51A. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന 32ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് ആരാണ്? BR അംബേദ്കർ. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് ഓപ്ഷൻ സി 44ാം ഭേദഗതി. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മൾ ഡെയിലി ചെയ്യുന്ന മുൻവർഷ ചോദ്യങ്ങളുടെയും ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിൻ്റെയും ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം അറിയാലോ, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്